നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം, നിന്നുടെ കരുണാധാരകളാ എന്നെ കഴുകണേ നാഥാ നീ. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. പാപക്കറകളെ എല്ലാം നീ നന്നായി കഴുകി കളയണമേ. താതാമാമക പാപങ്ങൾ ഘോരമെന്നും നിൻ കൺമുൻപിൽ, നിന്നോടാണേ ദ്രോഹങ്ങൾ സർവം ചെയ്തതു സർവേശ. തെറ്റും കുറ്റവും എല്ലാം ഞാൻ ചെയ്തതു നിന്നുടെ തിരുമുമ്പിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവകൽപ്പനകളിലൂടെ കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എപ്രകാരമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധിയിൽ ആഴമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധമായ ഒരു ജീവിതമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ, അതോടൊപ്പം നിത്യതയിലേക്കുള്ള പ്രവേശനമുള്ളൂ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ആയിരം തലമുറ വരെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും 3-4 തലമുറയുള്ള ശിക്ഷയെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചു. അങ്ങനെ കടന്നു വന്നപ്പോൾ ഏതാനും പേർക്കുള്ള ചില സംശയങ്ങളുടെ ഒരു ഭാഗം ഇതായിരുന്നു: ദൈവത്തിൻ്റെ കരുണ അവസാനിക്കുമോ, അല്ലെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കാതിരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇന്ന് ദൈവം ആരോടാണ് കരുണ കാണിക്കുക, ആരോടാണ് ദൈവം കരുണ കാണിക്കാതിരിക്കുക? ദൈവം കരുണ കാണിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരോട് 1000 തലമുറ വരെ കരുണ കാണിക്കുന്ന കർത്താവ്, ദൈവവചനം അവസരങ്ങളുണ്ട് അനുസരിക്കേണ്ടതാണെന്ന് അറിഞ്ഞിട്ടും അനുസരിക്കാതിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അപ്പോൾ അവരോടാണ് ദൈവത്തിൻ്റെ കരുണ അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം അവർ ദൈവം കൊടുത്ത കഴിവുകൾ, ദൈവം കൊടുത്ത മറ്റ് ദാനങ്ങൾ, ആരോഗ്യം, മറ്റെല്ലാം തന്നെ, സമ്പത്ത്, സൗഭാഗ്യം എല്ലാം തന്നെ അവർ പാപത്തിനു വേണ്ടി വിനിയോഗിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വരുന്ന പല അനുഗ്രഹങ്ങളും തടസ്സപ്പെട്ടു പോകുന്നു. ആ മേഖലയൊക്കെയാണ് നമ്മൾ ഈ കരുണയില്ലാത്ത അവസ്ഥയിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, കർത്താവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്, അവിടുത്തെ വാഗ്ദാനത്തിൽ പെട്ടതാണ്. എന്നാൽ എപ്പോഴാണ് മനുഷ്യൻ കരുണയില്ലാത്ത ഒരവസ്ഥയിൽ കടന്നു പോവുക എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരവും ബൈബിളിലുണ്ട്. നമ്മൾ ആ മേഖലയെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നമുക്ക് താമസത്തുള്ള ധ്യാനമുണ്ട്. താല്പര്യമുള്ളവർ പങ്കെടുക്കണമെന്ന് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത മാസം സെപ്റ്റംബർ 13-ാം തീയതി നമ്മുടെ ജാഗരണ പ്രാർത്ഥനയുണ്ട്. ഓൺലൈനായിട്ടുള്ള ജാഗരണ പ്രാർത്ഥനയാണ്. ഇവിടെ കുറച്ച് പേർ പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈനായിട്ട് ജാഗരണ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ അറിയിച്ചു കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുൻകാല സന്ദേശങ്ങൾ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സെപ്റ്റംബർ 1 മുതൽ 6 വരെയുള്ള ധ്യാനത്തിൽ സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കുക. കർത്താവിൻ്റെ ആദ്യ വരവിലൂടെ നമുക്ക് ലഭിക്കേണ്ടതായ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. അത് കടബാധയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപക്കെട്ടുകൾ എന്നുള്ള മോചനം, ദുർമരണങ്ങൾ, അപകടങ്ങൾ, അതോടൊപ്പം പാരമ്പര്യ രോഗങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ഒരു മോചനം കർത്താവ് തൻ്റെ ആദ്യ വരവിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ 1-ാം വരവ് വ്യക്തമായി മനസ്സിലാക്കി കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ വരവ്, ആ മേഖലയും നമ്മൾ രണ്ടാം വരവിനെക്കുറിച്ചും അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ
ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ മേഖലകളെല്ലാം നമ്മൾ കടന്നു പോകുന്നു. ഇനി നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. നമ്മളവിടെ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിന് 35 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ലൂക്കാ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 35 നമ്മളത് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നന്ദിഹീനരോടുമുണ്ട് ദുഷ്ടരോടുമുണ്ട്. പക്ഷേ ആ ദുഷ്ടൻ ആ കരുണ മനസ്സിലാക്കുന്നില്ല, നന്ദിഹീനർ അത് മനസ്സിലാക്കുന്നില്ല. ഇനി ഇത് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സന്ദേശങ്ങൾ കേട്ടവർ പറഞ്ഞ സംശയങ്ങളാണ്. മറ്റൊന്ന്, ചില സ്വകാര്യ വെളിപ്പെടുത്തലുകളാകുന്ന പുസ്തകങ്ങൾ അവർ വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അനുബന്ധമായിട്ട് എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു. എനിക്ക് ആ പുസ്തകം കിട്ടുകയുണ്ടായി. ഞാൻ എൻ്റെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. സ്വകാര്യ വെളിപ്പെടുത്തലെന്നും പറഞ്ഞും കൊണ്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത് ഒരു സഹോദരിക്ക് കിട്ടിയ വെളിപ്പെടുത്തലായിരുന്നു. അതിന്ന് വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ്. ഒരുപാട് പേർ വായിക്കുകയൊക്കെ ചെയ്തു. അത് വായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വായിക്കുന്നതിലോ ഒരു തെറ്റും നമുക്ക് പറയാനില്ല. പക്ഷേ അതിനകത്ത് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞതും അത് കോമണായിട്ട് ഇനിയും പലരും ചോദിക്കാനോ ചില ചോദിക്കാതെ തന്നെ സംശയം കിടക്കുന്ന കാര്യങ്ങൾ കാണും. നമ്മളതിനകത്ത് ഞാൻ വായിച്ച പല ഇതുള്ള സ്വകാര്യ വെളിപ്പെടുത്തൽ പലതിലും കാണാൻ പറ്റിയൊരു കാര്യം, ദൈവവചനത്തെ അവരുടെ രീതിയിൽ അവർ എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ പുതിയൊരു വെളിപ്പെടുത്തലും ഇതിനകത്തെങ്ങും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വെളിപാട് പുസ്തകം വായിക്കാത്തത് കൊണ്ടും മത്തായി സുവിശേഷം 24-ാം അധ്യായം ലൂക്കാ സുവിശേഷം 17 ഇത് കൃത്യം എഴുതിയിരിക്കുന്നതാണ്. പിന്നെ അവരുടെ സ്വതംസിദ്ധമായ ശൈലിയിൽ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതിയപ്പോൾ ഒരു അപകടം അതിനകത്ത് കാണാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, അവരുടെ ആശയം പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. അവർക്ക് കിട്ടിയ വെളിപ്പെടുത്തൽ പോലെയാണ്. 2000 വർഷം മുമ്പ് അപ്പോസ്തലന്മാർക്ക് കിട്ടിയ വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിനകത്തുണ്ട്. പക്ഷേ ആ വചനം തന്നെ അവരെ രീതിയിൽ എഴുതിയിട്ട് അവർക്ക് കിട്ടിയ വെളിപാട് പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ബൈബിൾ വായിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇതേതാണ്ട് പുതിയ വെളിപ്പെടുത്തലാണെന്നൊക്കെ ചിന്തിക്കും. ബൈബിൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് പുതിയതൊന്നുമല്ല. ഇനി അങ്ങനെ ചെയ്യുന്നവർ, ഇനി ഇങ്ങനെയുള്ള വെളിപാടുകളൊക്കെ കിട്ടുന്നവർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ബൈബിളുമായിട്ടൊന്ന് കോട്ട് ചെയ്ത് നോക്കിയിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു സ്വകാര്യ വെളിപാടോ അല്ലെങ്കിൽ ഒരു വെളിപാടുകളോ അല്ല, നിങ്ങളത് ആവർത്തിക്കുകയാണ്. നിങ്ങളത് ആവർത്തിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആവർത്തിച്ച് എഴുതുമ്പോൾ ദൈവത്തോടൊരു വിശ്വസ്തത പുലർത്തുന്നത് നല്ലതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഭാഗം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി, അപ്പോൾ അത് വചനവുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഈ കാര്യം വചനത്തിലും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൂടെ അതിനകത്ത് ചേർക്കണം. എങ്കിൽ മാത്രമേ ഇത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വചനത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റൂ. ഇപ്പം ഞാൻ ആ വായിച്ചൊരു പുസ്തകത്തിലെ ഒരു ഭാഗം ഇതാണ്. 2-ാം വരവിനെക്കുറിച്ചൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഹെബ്രായർക്ക് ലേഖനം 10:26, അങ്ങനെ ഒരു കൊട്ടേഷൻ അവിടെ കൊടുത്തിട്ടില്ല. ആ വചനത്തിൻ്റെ പൂർണ്ണതയുമല്ല അവിടെ. അതിൽ നിന്നുള്ള ചില വാക്കുകളൊക്കെ എടുത്തിട്ട് സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുകയാണെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല, മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഹിതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് വചനം. അതിൽ ചില ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്, അവർക്ക് സ്വകാര്യമായൊരു വെളിപാടായിട്ട് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇത് അറിയാത്തൊരാളെ സംബന്ധിച്ചുള്ള സ്വകാര്യ വെളിപാടായിട്ട് തോന്നും, പക്ഷേ ബൈബിൾ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയും ഒരുപാട് സ്വകാര്യ വെളിപാടുകളൊക്കെ കടന്നു വരുന്നൊരു കാലഘട്ടമായത്. അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യൻ ബൈബിൾ, പ്രത്യേകിച്ച് കത്തോലിക്കർക്ക് ബൈബിൾ വായന കുറവാണ്. ഇതേയുള്ള പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മേടിക്കും. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകം മുഴുവനും ഇങ്ങനെയൊക്കെ നവീകരിക്കപ്പെടണമെന്നൊക്കെ താല്പര്യവും ദൈവഹിതമൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഭാഗം തുറന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനകത്ത് ചിലപ്പോൾ കുറ്റം കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുകയും ചെയ്യാം. കമൻറ്റ് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിച്ച് പറയാം. കാരണം ഞാൻ എല്ലാ വെളിപാടുകളും ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിനകത്ത് ചില കള്ളം കയറുമ്പം നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം സാധാരണക്കാരായ മനുഷ്യരാണല്ലോ പലതും. അപ്പം സാധാരണക്കാരായ മനുഷ്യരാകുമ്പോൾ അവർക്കിത് അറിയത്തില്ല പലപ്പോഴും. അപ്പോൾ ഇതിന് ഞാൻ ചിലരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പുസ്തകം എനിക്ക് നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 165 പേജിന് അടുപ്പിച്ചുള്ളൊരു പുസ്തകമാണ്. സാധാരണ നിലയിൽ ആ പുസ്തകം പ്രിൻ്റ് ചെയ്യാൻ 100 രൂപ താഴെ വില വരികയുള്ളൂ. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു,
ഇതിൻ്റെ വിലയൊന്ന് കുറച്ച് ലോകം മുഴുവൻ എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വില കുറയ്ക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ 200 രൂപയാണ് എൻ്റെ പ്രിൻറ്റിങ് റേറ്റ്. അതേ വിലയ്ക്ക് തന്നെയാണ് എല്ലാവരും മേടിക്കുന്നതും. ഒരുപാട് പേര് മേടിച്ചത് ഒരു സുവിശേഷ വേല പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനടുത്ത് പറഞ്ഞു, നിങ്ങൾ ബൈബിൾ മേടിച്ച് കൊടുക്കുക ആൾക്കാർക്ക്. കാരണം ബൈബിളിനകത്താണ് സത്യങ്ങളിരിക്കുന്നത്. ഇതിനകത്ത് അതിൻ്റെ ഒരു അംശം മാത്രമേ കാണുകയുള്ളൂ. കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കുന്ന പോലെ മാത്രമേ കാണുകയുള്ളൂ. ബൈബിൾ വചനം നമ്മളെ കുറച്ചുകൂടെ ജീവനിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചൊരു പുതിയതായിട്ട് തോന്നാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാനിത് പറയുന്നൊരു അഹങ്കാരമായിട്ടൊക്കെ തോന്നിയേക്കാം. ഞാൻ അവരെ ചെറുതാക്കാനോ ഒന്നും പറയുന്നതല്ല. പക്ഷേ ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു സഭാ സമൂഹമൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ലോണം പോകുന്നവർ തന്നെയാണ് കേരളത്തിലൊക്കെ. ഇനി അവിടുത്തെ കാര്യം എനിക്ക്, വടക്കേ ഇന്ത്യയിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഇപ്പോൾ 1 ലക്ഷം കോപ്പി വയ്ക്കഴിഞ്ഞാൽ 1 കോടി രൂപ എങ്ങനെയാലും ഇവരുടെ കയ്യിൽ കുറഞ്ഞത് കിട്ടും. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും സാമ്പത്തിക ആദായങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ കൊണ്ടുപോയി ഇതിനൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നല്ല കാര്യമാണ്. ഒരു ധ്യാനേന്ദ്രം വരുന്നത് നല്ലതാണ്. അതിന് ആവശ്യമായ പണമൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, കർത്താവിൻ്റെ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ വിധി തന്നെയായിരിക്കും മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും മുമ്പ് അവർക്ക് ലഭിക്കുക എന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം നമ്മൾ പറയുന്ന വാക്കിന് പോലും കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട കാലഘട്ടമാണിത്. ഈ കാലഘട്ടമല്ല, എന്നും അങ്ങനെ തന്നെയാണ്. മത്തായി സുവിശേഷം 12:36. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വ്യക്തമായ ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. കാര്യം ഇങ്ങനെയുള്ള പല തന്ത്രത്തിൻ്റെ രീതിയിൽ പിശാചിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് സർപ്പത്തെക്കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന കൗശലക്കാരനെന്നാണ്. 2 കൊരിന്ത്യർ 11 സാത്താനെക്കുറിച്ച്, പുരാതന സർപ്പത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന അവൻ തന്ത്രശാലിയാണെന്നാണ്. അപ്പം നമുക്ക് തന്ത്രമല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം ബൈബിൾ ഇങ്ങനെ ഒരു വാക്കുണ്ട്, 2 കൊരിന്ത്യർ 2:17 ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. മായം ചേർക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ ക്വാണ്ടിറ്റി നല്ലതായിരിക്കും. ഇപ്പോൾ അരിക്കകത്ത് മായം ചേർക്കുകയാണെങ്കിൽ അതിൽ 900 ഗ്രാം, 1 കിലോ അരിയിൽ 900 ഗ്രാമോ അരി ആയിരിക്കും. അതിൽ 100 ഗ്രാം മാത്രമേ മായം ഉണ്ടാകത്തുള്ളൂ. കല്ലോ പൊടിയോ മറ്റെന്തെങ്കിലുമൊക്കെ ചേർക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണോ ഞാൻ മേടിക്കാൻ പോകുന്നത് പ്രോഡക്റ്റ്, അത് തന്നെ ആയിരിക്കും. അതുപോലെ നോക്കുമ്പോൾ ദൈവവചനമാണ്, 90% ദൈവവചനമായിരിക്കും. പക്ഷെ 10% നമ്മുടേതായിരിക്കും പലപ്പോഴും. അതുകൊണ്ടാണ്. അപ്പോൾ അത് മായം ചേർക്കാൻ വേണ്ടി, അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി നമുക്ക് വ്യാഖ്യാന വരവുള്ളതാണ്, വ്യാഖ്യാനിക്കാം. പക്ഷെ മായം ചേർക്കൽ വരുമ്പോൾ എന്ത് പറ്റും? അവരെപ്പോലെ വരുമ്പോഴത്തേക്ക് നമ്മൾ വിശ്വസ്തരല്ലാതെ ആയിത്തീരും. അതെഴുതിയിരിക്കുന്നത് അവരെപ്പോലെ അല്ല ഞങ്ങൾ എന്ന അപ്പോസ്തലന്മാർ പറയുകയാണ്. ദൈവസന്നിധി ഞങ്ങൾ വിശ്വസ്തരാണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 20-30 സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ടാകും. സത്യമാണ്, പക്ഷേ അതിനെ വളച്ചൊടിച്ച് പ്രസംഗിക്കും. ദൈവം പറഞ്ഞിരിക്കുന്ന പഴം പറിക്കരുത് എന്ന് പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ച് അത് കഴിക്കാമെന്നൊരവസ്ഥയിൽ ഹവ്വായെ എത്തിച്ചത് പിശാചാണ്. ഇതുപോലെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും. അതുകൊണ്ട് സത്യമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് ദൈവവചനം മാത്രമാണ് എന്ന് ആദ്യം തിരിച്ചറിയുക. ദൈവവചനത്തിലാണ് സത്യമുള്ളത്. അതിനകത്തൊരിക്കലും നുണയില്ല. കാരണം അത് പറയുന്നത് നമ്മുടെ കർത്താവ് നുണയനല്ല. എന്നാൽ അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന് പറയുന്ന പിശാചിനെ കുറിച്ചാണ്. ഞാനിത് പറയാൻ കാരണം, ഒരുപാട് പേരെ ഉള്ളിലൊരു ഭയമൊക്കെ കിടപ്പുണ്ട്. ഇത് അവസാന മണിക്കൂറാണോ, കരുണയുടെ അവസാന കാലഘട്ടമാണോ, അതുകൊണ്ട് എന്തു ചെയ്യും? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഒരിക്കലും അവിടുന്ന് സ്റ്റഡിയായിട്ട് അവിടുന്ന് സമ്പൂർണനായ ദൈവമാണ് എന്ന് പറയുമ്പോൾ സർവജ്ഞാനിയാണ്, അവിടുന്ന് പരിപൂർണനാണ്. അതുകൊണ്ട് ഈ പൂർണ്ണതയുള്ള കർത്താവിൽ ഒരിക്കലും അവിടുത്തെ ദയയ്ക്കോ കരുണയ്ക്കോ സ്നേഹത്തിനോ യാതൊരു കുറവുമില്ല. എന്നാൽ അവിടുന്ന് വാക്കുപാലിക്കുന്നവൻ കൂടി ആയതുകൊണ്ട് ആരോട് കരുണ കാണിക്കുന്നു, ആരോട് കരുണ കാണിക്കത്തില്ല എന്നും എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവകരുണ ലഭിക്കാതെ പോകുന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അത് ലഭിക്കാതെ പോകുന്നത് ദൈവവചനം അനുസരിക്കാത്തവർക്കാണ്. അപ്പോൾ അനുസരിക്കാതിരിക്കുന്ന ആരാണ്? അത് പിശാചിൻ്റെ കൂടെ നിന്ന്, അവനോടൊപ്പം നിന്ന് ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ചില വചനങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാക്കർക്കത്തെ ലേഖനം 2-4 അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? അപ്പോൾ ഒരുപാട് പേര് ദൈവത്തിൻ്റെ കരുണ, സഹിഷ്ണുത, ക്ഷമ നിസ്സാരമായി കാണുകയാണ്. അങ്ങനൊരു പഠനമാണ്
എങ്ങനെയും ജീവിച്ചാൽ മതി, ദൈവം കരുണയുള്ളവനായതുകൊണ്ട് സ്വർഗ്ഗത്ത് പോകാം. അങ്ങനെ ഒരു സ്ഥലത്തും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. കാരണം നീതിമാന് മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശനമുള്ളൂ. നീതിമാന പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കൂ. അല്ല നമുക്കിഷ്ടമുള്ള കണക്ക് ജീവിക്കുക എന്നുള്ളതല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കേണ്ടതല്ല ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടുള്ളെങ്കിലും ഈ പുസ്തകത്തിന് തുല്യമായിട്ട് മറ്റൊരു പുസ്തകമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വെളിപാടിൻ്റെ കാര്യം, ഇങ്ങനെ സ്വകാര്യ വെളിപാടിൻ്റെ കാര്യം പറഞ്ഞത്. ഇതിനേക്കാൾ ചെറിയ പുസ്തകമാകുന്ന സ്വകാര്യ വെളിപാടുകൾ വായിക്കുകയും, ഇത് പുതിയ നിയമം മാത്രമേ ഉള്ളൂ, അത് ഇതുവരെയും വായിച്ചു തീർക്കാതിരിക്കുകയും ചെയ്യുന്നവർ എല്ലാ സ്വകാര്യ വെളിപാട് പുസ്തകങ്ങളും മാറ്റിവെച്ചിട്ട് ഇത് വായിക്കുക. മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതിൽ ഇതിനോട് വിശ്വസ്ത പുലർത്താത്തതാണെങ്കിൽ അതൊരു മാലാഖ വന്ന് പറഞ്ഞാൽ പോലും കേൾക്കരുതെന്നാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാലാഖ പല വേഷം കെട്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വായിച്ചു പോകുമ്പോൾ നല്ലവണ്ണം മനസ്സിലാകേണ്ടതാണിത്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കർത്താവ് അതിനുള്ള സംവിധാനം ഒരുക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ ധ്യാനത്തിലൊക്കെ ഈ പ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ധ്യാനം കൂടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ആരും ചിന്തിച്ചേക്കരുത്. നമ്മളാരെയും നിർബന്ധിക്കാറില്ല. ഇനി സൗജന്യ ധ്യാനം ഉള്ളതുകൊണ്ട് ചിലർ പറയാറുണ്ട് ഞങ്ങൾ സൗജന്യ ധ്യാനമാണ് അപ്പോൾ കാശ് തരാതെ കൂടിയെന്നൊരു ചിന്ത. അങ്ങനെ ഒരു ചിന്ത ഇവിടെ ഇല്ല. നമ്മളത് വെച്ചേക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് വളരെ കടബാധ്യതയിലും രോഗത്തിലും കഷ്ടപ്പാടിലും കഴിഞ്ഞ് കയ്യിലുള്ള പണമെല്ലാം തീർന്ന് കടത്തിൽ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനും വചനം നിഷേധിക്കാൻ പാടില്ല. ദൈവിക ശുശ്രൂഷകളോ ദൈവിക കാര്യങ്ങളോ നിഷേധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഒരു പ്രധാന ലക്ഷ്യമുള്ള എന്താണെന്ന് വെച്ചാൽ അത് മനുഷ്യനോട് ദൈവം കാണിക്കുന്ന കരുണയുടെ പ്രത്യേകത മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോഴെല്ലാം ദൈവത്തിൻ്റെ മനസ്സ് വേദനയുണ്ട്. അതുകൊണ്ട് പറയുകയാണ് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ. അപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയണം. ചിലരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ പാപം ചെയ്തത് ദൈവം അവരെ ഏതെങ്കിലും തോട്ടം ഇറക്കി വിട്ടു. അവർ പാപം ചെയ്തത് കൊണ്ടല്ല ദൈവം അവരെ ഇറക്കി വിട്ടത്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെയും 21 നമ്മൾ വായിക്കുമ്പം അവർ തെറ്റ് ചെയ്തു, ഇനിയും തെറ്റ് ചെയ്യാതിരിക്കാനാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത്. 3-ാം അധ്യായം നല്ലോണം വായിക്കുമ്പോൾ മനസ്സിലാകും. 21-ാം ദിനത്തിൽ മുതൽ നമുക്ക് വായിച്ചു പോവാം. ദൈവമായ കർത്താവ് മനുഷ്യൻ പാപം ചെയ്തു, അവൻ തന്നെ ഉടയാട ഉണ്ടാക്കി. ആ ഉടയാട മാറ്റിയിട്ട് കർത്താവ് പറഞ്ഞു അത് ഇല കൊണ്ടുണ്ടാക്കിയതാണ്. വെയിലാറിയപ്പോഴത്തേക്ക് ഇല മൊത്തം വാടി നഗ്നത വീണ്ടും കാണത്തക്ക പരുവത്തിലായി. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? തോല് കൊണ്ട് ഉടയാട ഉണ്ടാക്കി. ഒരു തോല് കൊണ്ട് ഉടയാട ഉണ്ടാക്കി. തോലിന് കൊണ്ട് ഉടയാട ഉണ്ടാക്കണമെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലണം. കർത്താവ് മനുഷ്യന് വേണ്ടി ഒരു മൃഗത്തെ കൊന്ന് ഇപ്പോൾ അവനായിരിക്കുന്ന അവസ്ഥയിൽ ഇനി തുടർന്ന് അവൻ പോകും. അപ്പോൾ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? അവൻ നഗ്നനാണെന്ന് അവൻ തിരിച്ചറിയുന്നു, നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവൻ്റെ നഗ്നത മറയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായി മാറി. അങ്ങനെ കർത്താവ് എന്ത് ചെയ്തു? ഒരു ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, അനന്തരം അവിടുന്ന് പറഞ്ഞു മനുഷ്യന് നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അടുത്ത വാക്ക് അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അവൻ കൈ നീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പം മനുഷ്യൻ ഇവിടെ നിന്ന് മരണമില്ല, അവന് ഇനിയൊരു ജീവൻ്റെ വൃക്ഷം കൂടി കഴിച്ച് അവൻ്റെ ജീവിതത്തിൽ വീണ്ടും മരണത്തിൻ്റെയും മരണമില്ലായ്മയുടെയൊക്കെ പല അവസ്ഥകളിലേക്ക് അവൻ പോകും. അത് വളരെ വിശാലമായി ചിന്തിക്കേണ്ട മേഖലയാണ്. അപ്പോൾ കർത്താവ് അവരെ എന്നോട് പുറത്താക്കി. ഇനി നമ്മൾ കാണുന്ന ഒരു സോദോം ഗൊമോറയുടെ കാര്യം വായിക്കുമ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19:16. അവിടെ സോദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് 18-ാം അധ്യായം വായിക്കുമ്പം അതിവിടെ സോദോം ഗൊമോറയെക്കുറിച്ചൊരു ഹെഡിങ് തന്നെയുണ്ട്. അവിടെ വായിക്കുമ്പോൾ അവിടെ അബ്രഹാം 6 പ്രാവശ്യമാണ് ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവെ 50 നീതിമാന്മാരുണ്ടെങ്കിലോ, പിന്നെ 40-ആയി 30-ആയി അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ 6 പ്രാവശ്യം അവിടെ നമ്മളവിടെ കാണുന്നൊരു കാര്യമാണ്. 50 പറഞ്ഞു, പിന്നെ 45 പറഞ്ഞു, പിന്നെ 40 പറഞ്ഞു, പിന്നെ 30 പറഞ്ഞു, 20 പറഞ്ഞു, 10 പറഞ്ഞു.
അബ്രഹാം വെച്ച് 10 നീതിമാന്മാർ കാണുമായിരിക്കും. അപ്പോൾ പറഞ്ഞു, ഞാൻ നീതിമാനെ ഒരിക്കലും നശിപ്പിക്കത്തില്ല. പക്ഷേ ഈ പാപം ഇവിടെ പെരുകിയാണ്, അതിന് നിലവിളി ഉയരുന്നു. അതുകൊണ്ട് ഈ ദേശം നശിക്കണം, ഇവിടെയുള്ള പാപം ചെയ്യുന്നവർ നശിക്കണം. അത് അവരെ നമ്മൾ കൊല്ലുക എന്ന് ചിന്തിക്കുമ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരുടെ ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഓരോ ദിവസം കൂടുന്തോറും പാപത്തിലേക്ക് പോയി കൂടുതൽ നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അത് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ്, ലോകത്ത് പോകാൻ നേരത്ത് അവൻ മടിച്ചു നിൽക്കുകയാണ്. കർത്താവ് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ, ദൈവദൂതന്മാർ അവനെയും ഭാര്യയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. കണ്ടോ? അപ്പോൾ നീതിമാനായ മനുഷ്യനെ കർത്താവ് എന്ത് ചെയ്യാണ്? അവൻ്റെ കൈക്ക് പിടിച്ചു കൊണ്ടുപോവുകയാണ്. കരുണ തോന്നി കർത്താവിന്. അപ്പോൾ അവിടുന്ന് കരുണയുള്ളൊരു ദൈവമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 8:12 പറയുന്നുണ്ട്, അവരെ അനീതികളെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല. നമ്മളെപ്പോലെ മനുഷ്യൻ്റെ പാപം ഓർത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നാം അത് ഉപേക്ഷിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ പാപത്തിൻ്റെ സകല മേഖലകളുടെ മേലും യേശു തൻ്റെ കുരിശുമരണത്തിലൂടെ കിട്ടിയ രക്ഷ അല്ലെ പാപക്ഷമ നമുക്ക് അയച്ചു തരികയാണ്, നമുക്ക് വിശ്വാസം വഴി തരികയാണ്. പിന്നെ ആ പാപം വെച്ചും കൊണ്ട് അന്ത്യവിധിയിൽ ഇത് ചോദ്യമാണ്. എങ്കിലും അവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും, ഈ പാപം ക്രിസ്തു ക്ഷമിക്കപ്പെട്ടതാണെന്നും കൂടി അവിടെ പറയപ്പെടും. ഈ വ്യക്തി ഈ പാപം ചെയ്തിരുന്നു, പക്ഷേ ആ പാപം ക്രിസ്തു ക്ഷമിച്ചു എന്നുള്ളത് അവിടെ അന്ത്യവിധിയിൽ പറയപ്പെടും, ന്യായവിധിയിൽ പറയപ്പെടും. വിധി തന്നെ ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഒരു വിധി മാത്രമല്ല ഉള്ളത്. ബൈബിൾ പ്രകാരം ശിക്ഷാവിധിയുണ്ട്, അന്ത്യവിധിയുണ്ട്, നരകവിധിയുണ്ട്, അതോടൊപ്പം തന്നെ ന്യായവിധിയുണ്ട്. ഇങ്ങനെ വിധിയുടെ ഒരുപാട് മേഖലകളുണ്ട്. ദൈവം വിധിക്കുന്നതായിട്ട് കാണുന്നു, എന്നുവെച്ചാൽ പിതാവ് വിധിക്കുന്നു, പുത്രൻ വിധിക്കുന്നു, വചനം വിധിക്കുന്നതായിട്ടൊക്കെ ബൈബിളിലുണ്ട്. അതുകൊണ്ട് വിധി എന്ന് പറയുമ്പോൾ ഒന്നാണെന്ന് വിചാരിച്ചേക്കരുത്, ഒരുപാട് മേഖലയുണ്ട് അതിന്. ഇനി നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, പുറപ്പാട് പുസ്തകം 34:7 നമ്മൾ കാണുന്നുണ്ട്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണി. അങ്ങനെയാണ് കർത്താവ് കരുണ കാണിച്ചത്. അവരെ പാപം അവരിൽ വെച്ചും കൊണ്ടല്ല, കുറ്റം അവരിൽ വെച്ചും കൊണ്ടല്ല, ആ പാപത്തെ ക്ഷമിച്ചു. യേശു വന്നപ്പോൾ ആ പാപത്തെ ഏറ്റെടുത്ത് നമ്മോട് അവിടുന്ന് കരുണ കാണിക്കുകയാണ്. പിതാവിൻ്റെ വലിയ കരുണയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ആ പരിശുദ്ധ അമ്മ പറഞ്ഞത് ലൂക്കാ സുവിശേഷം 1:50, അവിടുത്തെ ഭക്തരുടെ മേൽ, എല്ലാവരുടെ മേലല്ല, ഭക്തരുടെ മേൽ തലമുറ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എന്നാൽ എനിക്ക് ഈ കരുണ ആവശ്യമില്ല, എനിക്ക് ഈ ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് ആ കരുണ അവർ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ആ കരുണ കർത്താവ് അനുവദിച്ച. അതുകൊണ്ടാണ് 2 പത്രോസ്ലീഹയുടെ 2-ാം ലേഖനം 3:9 വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ കർത്താവ് താമസം വരുത്തുന്നില്ല. കൃത്യമായൊരു സമയം കർത്താവ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ പറയുന്നത്. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്. കണ്ടോ? ആരും നശിച്ചു പോകാതെ എല്ലാവരും എന്തു ചെയ്യണം? അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. അപ്പം കർത്താവ് വൈകാൻ ഒരു ദിവസം കൂടെ വൈകുന്നുണ്ടെങ്കിൽ, വരാൻ വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് ഉപകാരമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ഓർത്ത് അനുദപിക്കാൻ അവസരം കൂടി തരികയാണ്. അങ്ങനെ അവസരം തന്നിരിക്കുന്ന ഒരു ദിവസങ്ങളിലും മണിക്കൂറുകളിലും നിമിഷങ്ങളിലും നമ്മൾ ജീവിക്കുക. നാളെ അവസരം നമുക്ക് ലഭിക്കില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട് എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം. ഞാൻ നേരത്തെ ആ സ്വകാര്യ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട എഴുതപ്പെട്ട ഭാഗം വെച്ചുകൊണ്ട് അതിൻ്റെ വചനം ഇതായിരുന്നു. അവിടെ പറയുന്നുണ്ട്, പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ പിന്നെ ഒരു ബലി പോലും ഇല്ലെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ബലി അർപ്പിച്ച് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അല്ലാതെ ഇവിടെ ഉള്ളവരെല്ലാം പാപം ചെയ്തിട്ട് ഇനി ബലി അർപ്പിച്ച് നിങ്ങളെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ
അത് സഭയുടെ പഠനപ്രകാരവും തെറ്റ്, ഏറ്റവും പ്രധാനം വചനപ്രകാരം തെറ്റാണ്, ബൈബിൾ വചനപ്രകാരം തെറ്റാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ തെറ്റിദ്ധാരണ കിടപ്പുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ കിടപ്പുണ്ട്. അതൊക്കെ ബൈബിളിലെ വചനം വെച്ച് നമ്മൾ നോക്കുമ്പം ആ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇവിടുന്ന് നമ്മൾ തോന്നിയ കണക്ക് ജീവിച്ചിട്ട് അവസാന നിമിഷം എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്നൊക്കെ ചിന്തിക്കുമ്പം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയെങ്കിലും ചിന്തിക്കേ, അത് വിശുദ്ധിയുള്ള വ്യക്തിയാണോ? വിശുദ്ധി ഇല്ലെങ്കിൽ പോയില്ലേ, ഒരു പ്രാർത്ഥന പോലും അവിടെ ചെല്ലത്തില്ലല്ലോ, അർപ്പണം പോലും ചെല്ലുന്നില്ലല്ലോ. കർത്താവ് അവശേഷിക്കുന്നില്ലെന്ന് എഴുതിയെടുത്ത് ഞാൻ പിന്നെയും അവശേഷിക്കും, കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ശിക്ഷാവിധിക്ക് കാരണമാണ്. അവർ ന്യായവിധിക്ക് അവർ തീർച്ചയായിട്ടും കണക്ക് കൊടുക്കണം. കാരണം എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടനോട് നീ അവൻ്റെ ദുഷ്ടതയോർത്ത് താക്കീത് ചെയ്യാതിരുന്നാൽ, നമ്മൾ പറയണം അവനെങ്കിലും ജീവിച്ചോട്ടെ, ആ അവനോട് പറയേണ്ട കാര്യം അവനെങ്കിലും ജീവിച്ചോട്ടെ, ഇനി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിച്ച് അവനെ വേണമെങ്കിൽ സ്വർഗ്ഗത്ത് കയറ്റാം എന്നൊക്കെയുള്ള കുറേ ചിന്താഗതികൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. കത്തോലിക്കാ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ദൈവം നിനക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ഒരു സമയത്ത് നീ കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിക്കാൻ അവസരമുണ്ട്, തിരിച്ചു വരാൻ അവസരമുണ്ട്, പാപം ഉപേക്ഷിക്കാൻ അവസരമുണ്ട്, അതിനെ വിനിയോഗിക്കണം. പിന്നൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ചില പിള്ളേരെ ചിന്ത ഇങ്ങനെ ഉണ്ട്, തോറ്റാലും കുഴപ്പമില്ല, ഇനിയും പരീക്ഷ എഴുതാമല്ലോ, പിന്നെയും പരീക്ഷ എഴുതാമല്ലോ, പിന്നെയും പരീക്ഷ എഴുതാമല്ലോ, 10 തോറ്റു, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എല്ലാവരെയും ജയിപ്പിച്ച് വിടുകയാണ്, ജയിക്കുന്നതല്ല ജയിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ ഇനി അവസരം ഉണ്ടെങ്കിൽ അന്നേരം എഴുതാം, ഇങ്ങനെ ഉഴപ്പാട്ട് നടക്കും. പക്ഷെ എന്തു പറ്റും, സർട്ടിഫിക്കറ്റിനകത്ത് എത്ര പ്രാവശ്യം ഈ വ്യക്തി 10ാം ക്ലാസ് എഴുതി എന്നുള്ളത് രേഖപ്പെടുത്തപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടേണ്ട ഒരു ജോലി അല്ലെങ്കിൽ തൊഴിൽ മേഖല, മറ്റെന്തെങ്കിലും അടുത്ത ഉന്നതമായ പഠനങ്ങൾക്ക് ഒരു തടസ്സമുണ്ടാകും അവിടെ. കാരണം 3ാം പ്രാവശ്യം തോറ്റ ഒരാളെ അല്ലെങ്കിൽ 4ാം പ്രാവശ്യം തോറ്റ ഒരാളേക്കാൾ മുമ്പേ 1ാം പ്രാവശ്യം ജയിച്ചു പോയ ആൾക്കാണ് പരിഗണനയുള്ളത്. അതാണ് നീതി. അങ്ങനെയുള്ളവരില്ലാതെ വരുമ്പോൾ മാത്രമേ ഇത് പരിഗണിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ഇല്ലാത്തവരുണ്ടാകത്തില്ലല്ലോ. അപ്പം നമുക്കൊരു അരസതയും ഉത്തരവാദിത്വം ഇല്ലായ്മയൊക്കെ ദൈവിക മേഖലയിൽ വന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ശുശ്രൂഷകർ തന്നെ ചെയ്തു വെച്ച കെണിയാണ്. പലരും ഒരു ലാഘവ ബുദ്ധിയോട് ഇതിനെ കണ്ടതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് തന്നിരിക്കുന്ന സമയം പ്രയോജനപ്പെടുത്തണം എന്നും പറഞ്ഞ് കർത്താവ് നമ്മോട് കരുണ കാണിക്കാതിരിക്കുന്നില്ല. കർത്താവ് കരുണ കാണിക്കുന്നുണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പം ദുഷ്ടൻ മഴ പെയ്യുന്ന സമയത്ത് കുട പിടിച്ചിട്ട് നിന്നിട്ട് പറയുകയാണ് എനിക്ക് മഴയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മഴ 4 ചുറ്റും പെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു വ്യക്തി കുട പിടിച്ചും കൊണ്ട് നിൽക്കുന്നു, ദുഷ്ടം മാത്രമല്ല, ഒരു വ്യക്തി കുടം പിടിച്ച് നിന്നിട്ട് എനിക്ക് മഴ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ആ കുട മഴ നനയുന്നുണ്ട്, പക്ഷെ തനിക്ക് നനയാത്തതിൻ്റെ കാരണം താൻ കുട പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുട മാറ്റി കഴിയുമ്പോൾ മഴ കൊള്ളും. ദൈവം എനിക്ക് ഒന്നും തരുന്നില്ല, ആ ദൈവം ക്രൂരനാണെന്ന് പറയരുത്. ദൈവം ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ എൻ്റെ ക്രൂരതയാണ് എനിക്ക് ദൈവകൃപ കിട്ടാൻ തടസ്സം, മനസ്സിലാക്കുക. അതുകൊണ്ട് യെശയ്യാ 55:7 വായിച്ച് നിർത്താം. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ധ്യാനത്തിൻ്റെ കാര്യം ഓർമ്മയിലിരിക്കട്ടെ. ഓണത്തിൻ്റെ അവധിക്ക് സെപ്റ്റംബർ 1 മുതൽ 6 വരെ, ജാഗരണ പ്രാർത്ഥന സെപ്റ്റംബർ 13-ാം തീയതി 2ാം ശനിയാഴ്ചയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, അതിൽ വിളിക്കാം, അത് നമുക്ക് തീർത്തെടുക്കാവുന്നതേ ഉള്ളൂ. തുടർന്നും ഇതിനോടനുബന്ധമായ മേഖലകളിലൂടെ നമ്മൾ ഓരോ പ്രാവശ്യവും കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനല്ല, പക്ഷേ സത്യം വെളിവാക്കുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദൈവമകൻ്റെയും മകളുടെയും കടമയാണ്. അത് വിനിയോഗിച്ചു എന്ന് മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ദുഷ്ടൻ തൻ്റെ അധർമ്മം ഉപേക്ഷിക്കാൻ, തൻ്റെ മാർഗം പരിശോധിക്കാൻ, അധർമ്മി തൻ്റെ ചിന്താഗതി മനസ്സിലാക്കാൻ കർത്താവെ അങ്ങ് ആഹ്വാനം ചെയ്തല്ലോ. കരുണയുള്ള കർത്താവെ, എല്ലാ പാപത്തിനും ക്ഷമയുണ്ടെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപത്തെ ഓർത്ത് അനുദപിക്കുവാനും ചെയ്ത പാപങ്ങൾക്ക് എല്ലാം അങ്ങ് മാപ്പ് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
തീർച്ചയായിട്ടും നടക്കും. യേശുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം കുരിശിൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് തന്ന രക്ഷയ്ക്കായി നന്ദി പറയുന്നു. ഓരോ തുള്ളി ചോരയും രക്തവും എല്ലാം ഞങ്ങളെ പാപത്തിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കട്ടെ. പിതാവേ, അവിടുന്ന് അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ. പുത്രനായ യേശുവേ, ഞങ്ങൾക്ക് രക്ഷ നൽകിയതിനും ഞങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിച്ചതിനും നന്ദി പറയുന്നു. ആ തിരത്തും കൂടെ ഞങ്ങളെ പൊതിയണമേ, കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, പരിശുദ്ധിയിൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കാവൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. കോടാനുകോടി മാലാഖമാരെ അയച്ച് ദുഷ്ടൻ്റെ സകല കെണികളെയും തിരിച്ചറിയുവാനും അതിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു സംരക്ഷണവും നൽകണമേ. ഈ അന്ത്യകാലത്തെ പോരാട്ടത്തിൽ പ്രധാന ദൂതനായ മിഖായേൽ മാലാഖെ ഞങ്ങളെ സഹായിക്കണമേ. പ്രധാന ദൂതന്മാരായ മിഖായേൽ മാലാഖയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ഗബ്രിയേൽ മാലാഖയുടെയും റഫായേൽ മാലാഖയുടെയും മറ്റ് സ്വർഗീയ വൃന്ദങ്ങളും ഞങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. ഈ അന്ത്യകാലത്ത് വചനത്തിലൂടെ വരുന്ന തെറ്റിദ്ധാരണകൾ, വളച്ചൊടിക്കലുകൾ, കച്ചവടമാക്കലുകൾ, ദൈവഹിതമല്ലാത്ത ലക്ഷ്യങ്ങൾ വെച്ചുള്ള മേഖലകൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനും അപ്രകാരം ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുദപിക്കുവാനും കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ സന്ദേശം കേട്ടതിന് നന്ദി പറയുന്നു. മറ്റുള്ളവർക്കും ഈ സന്ദേശങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ഭവനം, നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുവകകൾ, ഇത് കാണുന്ന ഉപകരണങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കരുണ നിറഞ്ഞ പിതാവേ, നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. തുറക്കണമേ, അലിവോടെന്നുടെ അതരങ്ങൾ താവകഗീതികൾ പാടിടുവാൻ വ്യഗ്രത പൂണ്ടു വിറയ്ക്കുന്നു. എളിമ നിറഞ്ഞൊരു ഹൃദയത്തിൽ ഉള്ളു തകർന്നുള്ള അനുതാപം നിരസിക്കല്ലേ കർത്താവേ. കരുണ നിറഞ്ഞ പിതാവേ, നീ കരുണ നിറഞ്ഞ പിതാവേ, നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. നിന്നുടെ കരുണാധാരകളാൽ എന്നെ കഴുകണേ നാഥാ.